ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഡേറ്റ് ഫോർമാറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റിൽ ഡേറ്റ് ഫോർമാറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ഇതിൻ്റെ മുമ്പ് പല കാര്യങ്ങൾക്കും ഡേറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. HTML അല്ലെങ്കിൽ ഒരു വെബ് പേജിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിന് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് തന്നെ ഉപയോഗിക്കണം. Okay, the JavaScript date object can be used to get year, month and day. അതായത് ജാവാസ്ക്രിപ്റ്റിലെ ഡേറ്റ് ഒബ്ജക്റ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് ഇയർ, അതേപോലെ തന്നെ മന്ത്, അതേപോലെ ഡേ, ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വി ക്യാൻ ഡിസ്പ്ലേ എ ടൈമർ ഓൺ എ പേജ് വിത്ത് ഹെൽപ്പ് ഓഫ് എ ജാവാസ്ക്രിപ്റ്റ് ഡേറ്റ് ഒബ്ജക്റ്റ്. അതായത് ഡേറ്റ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡേറ്റുമായിട്ടും അതേപോലെ തന്നെ ടൈമുമായിട്ടും ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് ചെയ്യാൻ ഈ ഡേറ്റ് ഒബ്ജക്റ്റാണ് ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിക്കുന്നത്. ദർ ആർ മെനി ടൈപ്പ് ഓഫ് ഡേറ്റ് ഫോർമാറ്റിൻ ജാവാസ്ക്രിപ്റ്റിൽ ഡേറ്റ് ഫോർമാറ്റിനും ഒട്ടനവധി ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. അതിൽ വരുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഫോർമാറ്റുകളാണ് നമ്മൾ പറയുന്നത്. ISO ഡേറ്റ്, അതേപോലെ തന്നെ ഷോർട്ട് ഡേറ്റ്, അതേപോലെ തന്നെ ലോങ് ഡേറ്റ്. ഈ മൂന്ന് രൂപത്തിലുള്ള ഡേറ്റ് ഫോർമാറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഡേറ്റ് ഫോർമാറ്റ് നമ്മൾ പറഞ്ഞു 3 ഉണ്ടെന്ന്. അതിൽ ഒന്നാമത്തെ ISO ഡേറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ, അതായത് ഫുൾ ഡേറ്റ്, ആദ്യം ഇയർ ഉണ്ട്, പിന്നെ മന്ത് ഉണ്ട്, അതേപോലെ തന്നെ പിന്നെ ഡേ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ടൈം, ഏത് സ്റ്റാൻഡേർഡ് ടൈമാണോ അതും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അതേപോലെ ഷോർട്ട് ഡേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം ഡേറ്റ്, പിന്നെ മന്ത്, പിന്നെ ഇയർ, ഈ രൂപത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കും. അതേപോലെ ലോങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മന്ത്, അത് സ്ട്രിങ്ങിലായിരിക്കും അല്ലെങ്കിൽ ടെക്സ്റ്റിലായിരിക്കും. അതേപോലെ ഡേറ്റ് ഏതാണോ അത് അവിടെ ഉണ്ടാവും, അതേപോലെ ഇയർ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ ആദ്യം ഡേറ്റും പിന്നെ മന്തും പിന്നെ ഇയറും, ഈ രൂപത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ISO ഡേറ്റ് ഫോർമാറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്നാണ് പറയാൻ പോകുന്നത്. ISO ഡേറ്റ് ഫോർമാറ്റ്, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ടൈം ആൻഡ് ഡേറ്റ്, അതായത് ഒരു ISO ഡേറ്റ് ഫോർമാറ്റിൽ വരുന്നൊരു ഡേറ്റ് ഫോർമാറ്റാണ് ഈ ISO എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ ഇയറും പിന്നെ നമ്മൾ മന്തും പിന്നെ നമ്മൾ ഡേറ്റും, ഈ രൂപത്തിലാണ് നമ്മൾ ഇതിലേക്ക് ഡാറ്റാസ് അല്ലെങ്കിൽ ഡേറ്റ് നമ്മൾ എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് HTML എന്ന് എഴുതി, അത് ഏറ്റവും ലാസ്റ്റാണ് നമ്മളിവിടെ വന്ന് HTML ക്ലോസ് ചെയ്തത്. അതിനുശേഷം നമ്മളിവിടെ ഹെഡ് എന്ന് ചേർത്ത് കൊടുത്തു. ഹെഡിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അതിനുശേഷം നമ്മൾ ബോഡി ഓപ്പൺ ചെയ്തു. ബോഡി നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അതേപോലെ ഒരു ഡിവ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതിൻ്റെ ഹെഡിങ്, അതായത് HTML നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിവ് ടാഗിൻ്റെ ഉള്ളിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു H1 ചേർത്ത് ഒരു ടെക്സ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം ഒരു H3 കൊടുത്ത് ഒരു ടെക്സ്റ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്തു. അതിനുശേഷം പി എന്ന് പറഞ്ഞാൽ പാരഗ്രാഫാണ്. അതിനൊരു ID ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ID എന്ന് പറയുന്നത് പാര എന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റാസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് നമ്മൾ ഡാറ്റാസ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ ടൈപ്പ് ചെയ്യുന്ന ഈ ജാവാസ്ക്രിപ്റ്റിൽ എന്താണോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഓക്കെ, നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുത്തു. ലെറ്റ് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേരാണ് വാല്യൂ ഈക്വൽ ടു ന്യൂ ഡേറ്റ്. നമ്മളൊരു ഡേറ്റ് ഫംഗ്ഷന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രൂപത്തിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തതിന് ശേഷം ഈക്വൽ ടു ന്യൂ ഡേറ്റ് എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ISO ഫോർമാറ്റിലാണ് നമ്മൾ ഡേറ്റ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID. അതിനുശേഷം ഏത് IDയിലേക്കാണോ നമുക്ക് ഈ ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. നമുക്ക് ഈ പാരഗ്രാഫിൻ്റെ ID ആയ പാര എന്നുള്ളതാണ് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു വാല്യൂ, അതായത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് വാല്യൂ ആണോ കിട്ടുന്നത് അതാണ് നമുക്ക് ഈ ലൈനിൻ്റെ ഉള്ളിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ലൈവ് സെർവർ വെച്ചിട്ട് റൺ ചെയ്യിപ്പിച്ചു. അപ്പോൾ റൺ ചെയ്യിക്കുമ്പോൾ നമുക്കിവിടെ വന്ന് ഈ രൂപത്തിൽ ഏതാണോ ഡേറ്റ് ഫോർമാറ്റും അതേപോലെ തന്നെ GMT ഏതാണെന്നും അതേപോലെ ഏത് സ്റ്റാൻഡേർഡ് ടൈമാണെന്നുള്ളത് നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഒരു
0 എന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം. അതായത് ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമുക്ക് വാല്യൂ 0 എന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത് ഇതിലെ ആദ്യത്തെ ഡാറ്റാസ്, അതായത് ഈ ടൈം എന്നുള്ള ഡേറ്റ് ഫോർമാറ്റ് എന്ന് മുതലാണോ തുടങ്ങുന്നത് ആ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരിക. അപ്പോൾ നമുക്കിവിടെ വന്ന് ജനുവരി 1, 2000 ഏത് ടൈമാണോ എന്നുള്ളത് നമുക്ക് ഈ രൂപത്തിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് ഡേറ്റിൽ അല്ലെങ്കിൽ ഏത് ടൈം ഫോർമാറ്റിലാണോ നമുക്ക് ഡാറ്റാസ് പ്രിൻ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ വന്ന് ചേർത്ത് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു ഡേറ്റിനെ അടിസ്ഥാനമായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ISO ഫോർമാറ്റ്, ഈ ഫോർമാറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ഫോർമാറ്റ് കൂടി ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തതാണ് ജാവാസ്ക്രിപ്റ്റ് ഷോർട്ട് ഡേറ്റ് ഫോർമാറ്റ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ മന്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം, പിന്നെ നമുക്ക് ഡേറ്റ് ചേർത്ത് കൊടുക്കാം, പിന്നെ ഇയർ ചേർത്ത് കൊടുക്കാം. ഈസ് ദ ഫോർമാറ്റ് യൂസ്ഡ് വെയിറ്റ് ഷോർട്ട് ഡേറ്റ് നൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് സ്റ്റോൺ ഡേറ്റ് ബൈ യൂസിങ് എക്സാമ്പിൾ. അതായത് നമുക്കൊരു എക്സാമ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഷോർട്ട് ഡേറ്റ് എങ്ങനെ ഉപയോഗിക്കുന്നതെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെ എഴുതാമെന്നും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാനും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ അടുത്തൊരു എക്സാമ്പിൾ, നമ്മൾ ഷോർട്ട് ഡേറ്റിനുള്ള ഒരു എക്സാമ്പിൾ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ വന്ന് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ പേര് വാല്യൂ എന്നാണ്. ഈക്വൽ ടു ന്യൂ, അതിനുശേഷം ഡേറ്റ് എന്നിട്ടു ഒരു ഡേറ്റ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ ഏതാണോ അത് നമുക്കിവിടെ പ്രിൻ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഏതാണോ നമുക്ക് ആ ഡേറ്റ് അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് രണ്ടാമത് ഇവിടെ കാണിച്ചു തന്നത് ഡേറ്റ് ഫോർമാറ്റിൽ ആദ്യം നമ്മൾ ISO ഡേറ്റ് ഫോർമാറ്റ് നോക്കി, പിന്നെ നമ്മൾ രണ്ടാമത് ജാവാസ്ക്രിപ്റ്റ് ഷോർട്ട് ഡേറ്റ് ഫോർമാറ്റാണ് നമ്മൾ നോക്കിയത്. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൽ വരുന്നതാണ് ലോങ് ഡേറ്റ് ഫോർമാറ്റ്. ഇതിലേക്ക് നമുക്ക് ഡാറ്റാസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം മന്ത് കൊടുക്കും, പിന്നെ ഡേ ചേർത്ത് കൊടുക്കും, പിന്നെ ഇയർ ചേർത്ത് കൊടുക്കും. ഈ മന്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ ജാനുവരി എന്നാണ് ചേർത്ത് കൊടുക്കണത്, JAN എന്ന് ഇട്ട് കൊടുക്കും. അതേപോലെ ആഗസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, AUG എന്ന് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ചെറുതായിട്ട് വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഓഗസ്റ്റ് എന്നുള്ളത് AUG എന്നും വേണമെന്ന് ഇട്ട് കൊടുക്കുക. അതല്ല AUGUST എന്നും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജാവാസ്ക്രിപ്റ്റ് ലോങ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കോഡ് ഇവിടെ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ കോഡ് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിളിൻ്റെ പേര് വാല്യൂ എന്ന് ചേർത്ത് കൊടുത്തു, ഈക്വൽ ടു ന്യൂ ഡേറ്റ്, എന്നിട്ട് ഇവിടെ വന്ന് ആദ്യം ഓഗസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒന്നാമത്തെ ഡേറ്റ്, അതേപോലെ ഇയറും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ആദ്യം നമ്മൾ മന്ത് കൊടുക്കണം, പിന്നെ ഡേ കൊടുക്കണം, പിന്നെ ഇയർ ചേർത്ത് കൊടുക്കണം. ഈ മന്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് രൂപത്തിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ആ ഡാറ്റാസ് ഇവിടെ വന്ന് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ document.write എന്നിട്ടതിന് ശേഷം ഏത് വേരിയബിൾ ആണോ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ലൈവ് സെർവർ വെച്ചിട്ട് ഇതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ അത് റൺ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഏത് ഡേറ്റ് ആണോ നമ്മൾ അവിടെ കൊടുത്തത് അതിനനുസരിച്ച് ഒരു ഡേറ്റ് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്, അപ്പോൾ നമുക്ക് ഏത് രൂപത്തിൽ ഡേറ്റ് ഫോർമാറ്റ് ജാവാസ്ക്രിപ്റ്റിൽ ഏത് രൂപത്തിലൊക്കെയാണ് ഡേറ്റ് ഫോർമാറ്റ് ഉപയോഗിക്കുന്നതെന്നും അത് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.